തുടർച്ചയായി കേരളത്തെ നടുക്കിക്കൊണ്ടിരിക്കുന്ന ഒട്ടനവധി സംഭവങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു. ഇപ്പം കഴിഞ്ഞ ദിവസം അറസ്റ്റിലായ ശ്രീമാൻ ഫയസ് മുൻകാലങ്ങളിൽ കേരളത്തിൽ നടന്നിട്ടുള്ള മറ്റിടപാടുകളിൽ നിന്ന് 100% വ്യത്യസ്തമാണ് അതുമായി ബന്ധപ്പെട്ട സംഭവങ്ങൾ. നെടുമ്പാശ്ശേരി കേന്ദ്രമായി മനുഷ്യക്കടത്ത് നടക്കുന്നു, സ്വർണ്ണക്കള്ളക്കടത്ത് നടക്കുന്നു, ബ്രൗൺ ഷുഗർ ഉൾപ്പെടെയുള്ള മയക്കുമരുന്ന് സാധന സാമഗ്രികൾ കടത്തുന്നു. അതിനേക്കാൾ ഉപരി രാജ്യദ്രോഹ പ്രവർത്തനങ്ങളുടെ കേന്ദ്രമായി മാറിക്കൊണ്ടിരിക്കുന്നു. ഫയസിനെ അറസ്റ്റ് ചെയ്തിട്ടുള്ള സാഹചര്യത്തിൽ ആ ഫയസിനെ സംബന്ധിച്ചുള്ള അന്വേഷണം ഇന്ന് നടക്കുന്നത് ചില തലങ്ങളിൽ മാത്രമാണ്. അതിൽ പ്രധാനമായും CBI അന്വേഷണം നടത്തുന്നത് കസ്റ്റംസ് ഉദ്യോഗസ്ഥന്മാർ, അതുപോലെ മറ്റുദ്യോഗസ്ഥന്മാരുടെ ഈ വിഷയത്തിനെക്കുറിച്ചുള്ള പങ്കാണ് CBI അന്വേഷണം നടത്തുന്നത്. അവരുടെ അന്വേഷണം അതിൽ മാത്രമായിട്ടാണ് നിൽക്കുന്നത്. കസ്റ്റംസ് അന്വേഷണം നടത്തുന്നത് കള്ളക്കടത്തുമായി ബന്ധപ്പെട്ട, സ്വർണം കടത്തുമായി ബന്ധപ്പെട്ട വിഷയങ്ങളെക്കുറിച്ചാണ്. നാം മനസ്സിലാക്കുന്നത് ഫയസിൻ്റെ നേതൃത്വത്തിൽ ദുബായ് കേന്ദ്രീകരിച്ചുകൊണ്ട് രാജ്യദ്രോഹ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട ആളുകളുമായി കൂടിച്ചേർന്നുള്ള പ്രവർത്തനം നടക്കുന്നു. പ്രത്യേകിച്ച് തൃശ്ശൂരിൽ നടന്നിട്ടുള്ള SDPI, പോപ്പുലർ ഫ്രണ്ട് ഇതുപോലുള്ള സംഘടനകൾ, ആ സംഘടനകളുമായി ബന്ധപ്പെടുത്തി ബിജു എന്ന് പറയുന്ന പൊതുപ്രവർത്തകനെ കൊലപ്പെടുത്തിയ കേസിൽ 23-ാം പ്രതിയാണ് ശ്രീമാൻ ഹാരിസ്. ആ ഹാരിസ് ഈ സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ട് ഫയസിനെ അറസ്റ്റ് ചെയ്തിട്ടുള്ള സാഹചര്യത്തിൽ ഹാരിസും അതിൽ പ്രതിയാണ്. അപ്പോൾ പോപ്പുലർ ഫ്രണ്ടുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ഹാരിസും ഫയസും തമ്മിലുള്ള ബന്ധം പരിശോധിക്കപ്പെടേണ്ടതായിട്ടുണ്ട്. ഇതേ ഫയസ് തന്നെയാണ് TP ചന്ദ്രശേഖരൻ വധക്കേസിലെ പ്രധാന പ്രതികളെ ജയിലിൽ കാണുന്നു. മുൻ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റായ മോഹനുമായി സംസാരിക്കുന്നു. ജയിലിൽ ഏതാണ്ട് മണിക്കൂറുകളോളം ചെലവഴിക്കുന്നു. അപ്പോൾ കേരളത്തിൽ കേട്ടുകേൾവിയില്ലാത്ത രീതിയിൽ ഒരു ഭാഗത്ത് SDP-യുമായി ബന്ധപ്പെട്ട് കൊലപാതകത്തിൽ 23-ാം പ്രതിയായ ഒരാളോട് ചേർന്ന് കള്ളക്കടത്ത് നടത്തുന്നു. വേറൊരു ഭാഗത്ത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സമുന്നതരായ നേതാക്കന്മാരെ ജയിലിൽ പോയി കണ്ട് മണിക്കൂറുകളോളം ആശയവിനിമയം നടത്തുന്നു. നിർഭാഗ്യവശാൽ കേരള സർക്കാർ നിയമ നടപടികൾ സ്വീകരിക്കുന്നില്ല. ബഹുമാനപ്പെട്ട ഉമ്മൻചാണ്ടിയും തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ നടത്തുന്ന മൗനം അപകടകരമായ മൗനമാണ്. ശ്രീമാൻ ഫയസുമായിട്ടുള്ള ബന്ധപ്പെട്ട ഇടപാടുകളിൽ കോൺഗ്രസിൻ്റെ സമുന്നതരായ നേതാക്കന്മാർക്ക് പങ്കുണ്ട്. കോൺഗ്രസിൻ്റെ സീനിയർ വൈസ് പ്രസിഡന്റ് ഫയസുമായി കഴിഞ്ഞ 3 കൊല്ലമായി നിരന്തരമായി ബന്ധപ്പെടുന്നു. എറണാകുളത്തുള്ള പ്രധാനപ്പെട്ട ഹോട്ടലുകളിൽ പല ഘട്ടങ്ങളിലായി അവർ ചർച്ച നടത്തുകയും കാണുകയും ചെയ്യുന്നു. ദുബായിൽ യാത്ര ചെയ്യുന്നു.
കേരളത്തിലെ മുഖ്യമന്ത്രിയുടെ സെക്രട്ടറി ജിക്കുമോനുമായിട്ട് ബന്ധപ്പെടുന്നു. ഈ തരത്തിൽ മുഖ്യമന്ത്രിയും അദ്ദേഹത്തിൻ്റെ ഓഫീസും KPCCയുടെ സമുന്നതരായ നേതാക്കന്മാരും ഉൾപ്പെടെയുള്ള ആളുകൾ നിരന്തരമായി ബന്ധം പുലർത്തുന്ന ശ്രീമാൻ ഫയാസുമായി ബന്ധപ്പെട്ട അന്വേഷണം വെറും സ്വർണ്ണക്കള്ളക്കടത്തിലും CBI അന്വേഷണത്തിൻ്റെ ഉദ്യോഗസ്ഥ അന്വേഷണത്തിലും മാത്രം ഒതുക്കി നിർത്തുകയാണ്. കേരളത്തിൽ ഇന്നേ വരെ നടന്നിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും വ്യത്യസ്തമാണ് ഈ വിഷയം. കള്ളക്കടത്തും മനുഷ്യക്കടത്തും രാജ്യദ്രോഹ പ്രവർത്തനവും രാഷ്ട്രീയ പ്രവർത്തകരുമായ ബന്ധവും കമ്മ്യൂണിസ്റ്റ് കോൺഗ്രസ് പാർട്ടിയുമായ ബന്ധവും ഒക്കെ കൂടിച്ചേർന്നിട്ടുള്ള സംവിധാനം നിലനിന്നുകൊണ്ടിരിക്കുന്നു. നിർഭാഗ്യവശാൽ ഇതിനെക്കുറിച്ച് സഖാവ് പിണറായി വിജയൻ പ്രസ്താവനകളൊന്നും മുന്നോട്ട് വയ്ക്കുന്നില്ല. മോഹന ഫയസ് എന്തിനാണ് കണ്ടത് എന്ന് സൂചിപ്പിക്കുന്നില്ല. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുമായിട്ടുള്ള ഫയസിൻ്റെ ബന്ധം എന്താണെന്ന് വ്യക്തമാക്കേണ്ടതായിട്ടുണ്ട്. കേരളീയ സമൂഹം പ്രതീക്ഷ അർപ്പിച്ചിട്ടുള്ള ബഹുമാനായ പ്രതിപക്ഷ നേതാവിൻ്റെ വാചാലമായ മൗനവും ആളുകൾ ശ്രദ്ധയോടെയാണ് നോക്കി നിൽക്കുന്നത്. ഇത് അങ്ങേയറ്റം അപകടകരമായ രീതിയിലുള്ളൊരു പോക്കാണ്. ഈ തരത്തിലുള്ള സംഭവവികാസങ്ങൾ ഉണ്ടാകുമ്പോഴും ആ സംഭവവികാസങ്ങളിലൊക്കെ പങ്കാളികളായിട്ടുള്ള മനുഷ്യക്കടത്തും രാജ്യദ്രോഹ പ്രവർത്തനത്തിലും ഒക്കെ ഏർപ്പെട്ടിട്ടുള്ള ഒരാളുമായി കോൺഗ്രസിൻ്റെയും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെയും സമുന്നതരായ നേതാക്കന്മാർ, ആ നേതാക്കന്മാരുടെ ബന്ധമുണ്ടായിട്ടും കേരള സർക്കാർ അന്വേഷണം നടത്തുന്നില്ല. ബഹുമാനനായ കേന്ദ്ര സഹമന്ത്രി മുല്ലപ്പള്ളി രാമചന്ദ്രൻ കേരള സർക്കാർ ആവശ്യപ്പെട്ടാൽ അന്വേഷണം നടത്താൻ തയ്യാറാണെന്ന് സൂചിപ്പിക്കുന്നു. മുഖ്യമന്ത്രിയോ തിരുവഞ്ചൂർ രാധാകൃഷ്ണനോ ഇതിന് നിലപാടുകൾ സ്വീകരിക്കുന്നില്ല. അങ്ങേയറ്റം കേരളത്തിൽ ഇന്നേ വരെ കേട്ടുകേൾവിയില്ലാത്ത ഒരു വലിയ സംഭവങ്ങൾ ഇതിൻ്റെ പിന്നിൽ ഒളിച്ചിരിക്കുന്നു. തീർച്ചയായും ഈ അപകടകരമായ രീതിയിൽ രാജ്യദ്രോഹ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടിട്ടുള്ള ആളുകളുമായിട്ടുള്ള കോൺഗ്രസിൻ്റെ ബന്ധം എന്താണ്? കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ മോഹനും അതിൻ്റെ മേൽഘടകങ്ങളിലുള്ള ആളുകളുടെ ബന്ധം എന്താണ്? ഈ തീവ്രവാദികളുമായി കമ്മ്യൂണിസ്റ്റ് കോൺഗ്രസ് നേതാക്കന്മാരുടെ കൂട്ടുകെട്ട് എന്താണ്? ഇതിനെക്കുറിച്ചുള്ള അന്വേഷണം ആവശ്യമാണ്. അതുകൊണ്ട് ഭാരതീയ ജനതാ പാർട്ടി ആവശ്യപ്പെടുന്നത് ഇതിനെക്കുറിച്ച് സമഗ്രമായ അന്വേഷണം വേണം. കേരളത്തിലെ പ്രതിപക്ഷ പാർട്ടികൾ, മുഖ്യധാരാ പാർട്ടികൾ വളരെ വ്യക്തമായ നിലപാടുകൾ സ്വീകരിക്കണം. അല്ലെങ്കിൽ വരാൻ പോകുന്ന ദിവസങ്ങളിൽ ഈ നേതാക്കന്മാരുടെ ചർച്ച നടത്തിയിട്ടുള്ള ഹോട്ടലുകൾ, ആ നേതാക്കന്മാരുടെ പേരുവിവരങ്ങൾ, അതിൻ്റെ സമയം, അത് ഭാരതീയ ജനതാ പാർട്ടി ഔദ്യോഗികമായി വെളിപ്പെടുത്തും എന്ന് സർക്കാരിനോട് സൂചിപ്പിക്കാൻ വേണ്ടി ഞങ്ങൾ ആഗ്രഹിക്കുകയാണ്. അതുകൊണ്ട് ഈ വിഷയത്തെക്കുറിച്ച് സമഗ്രമായ അന്വേഷണം വേണം. ഈ വിഷയത്തെ ഒരു കള്ളക്കടത്ത് വിഷയമാക്കി മാത്രം ലഘൂകരിച്ച് നാമമാത്രമായ പിഴയടിയിച്ച് രക്ഷപ്പെടുത്താനുള്ള ശ്രമം, ആ ശ്രമത്തിൻ്റെ പിന്നിൽ കേരള സർക്കാരുണ്ട്. ബഹുമാനപ്പെട്ട കേരള മുഖ്യമന്ത്രിയുടെ മൗനം അതിൻ്റെ അർത്ഥസമ്മതമാണ്. കേരളത്തിൻ്റെ ആഭ്യന്തരമന്ത്രിയുടെ നിലപാടുകളും ഈ വിഷയത്തിൽ സംശയത്തിന് ഇട നൽകുന്നതാണ്. കേരളത്തിലെ പ്രതിപക്ഷ പാർട്ടിയായിട്ടുള്ള മാർക്സിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി, സഖാവ് പിണറായി വിജയൻ ഉൾപ്പെടെയുള്ള ആളുകളുടെ മൗനവും, ഇവർ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും കോൺഗ്രസ്സുകാരും ഒരുമിച്ച് ചേർന്നുകൊണ്ട് ഇതിനെ വെറുതെ കള്ളക്കടത്തായിട്ടോ വളരെ ലാഘബുദ്ധിയോടുകൂടി ഈ വിഷയത്തെ കാണാനുള്ള തയ്യാറെടുപ്പിന് അങ്ങേയറ്റം ഭാരതീയ ജനതാ പാർട്ടി ഇതിൽ പ്രതിഷേധം രേഖപ്പെടുത്തുകയാണ്. രാജ്യദ്രോഹ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ആരാണെങ്കിലും പാർട്ടി, ഒന്നാമതിൽ BJP അങ്ങനത്തെ ആളുകളില്ല. അവരെന്താണ് അങ്ങനെ ഉദ്ദേശിച്ചതെന്ന് എനിക്കറിയില്ല. ഇതുപോലെ കോൺഗ്രസ് എഴുതിന് പകരം BJP എന്നായിപ്പോയതായിരിക്കും. ഏതായാലും കോൺഗ്രസിൻ്റെ സമുന്നതരായ നേതാക്കന്മാർ, എറണാകുളത്തുള്ള ഒരു സമുന്നതനായ നേതാവിനും കൂടെ ബന്ധമുണ്ട്. സമുന്നതനായ നേതാവാണ്, KPCCയിൽ അറിയപ്പെടുന്ന നേതാവാണ്, MLA ആണ്. ഇദ്ദേഹം അറസ്റ്റിലാകുന്നതിൻ്റെ തലേ ദിവസം വരെ അദ്ദേഹം വിളിച്ചിട്ടുണ്ട് ഫോണിൽ. KPCC വൈസ് പ്രസിഡന്റ് ദുബായിലും എറണാകുളത്ത് 4 ഹോട്ടലുകളിൽ ഇവർ ഒരുമിച്ച് താമസിച്ചിട്ടുണ്ട് കഴിഞ്ഞ 3 കൊല്ലത്തിനിടയ്ക്ക്. അതൊക്കെ ഏതായാലും പുറത്തു വരേണ്ടതായിട്ടുണ്ട്. അല്ല, ഇപ്പം നമ്മളതിന് വളരെ, കാരണം ഇപ്പോൾ സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം ഇത് ഞാൻ മനസ്സിലാക്കുന്നത് വളരെ ഭയപ്പാടോടു കൂടിയാണ് ഒരു രാഷ്ട്രീയ വിദ്യാർത്ഥി എന്നുള്ള നിലയ്ക്ക് ഇതിനെ നോക്കുന്നത്. ഇപ്പോൾ ഒരു സോളാർ പോലുള്ള വിഷയം കൂടിയല്ല ഇത് പല സമയത്തും കേരളത്തിലെ പത്രദൃശ്യമാധ്യമങ്ങൾ വളരെ ശ്രദ്ധയോടുകൂടി കൊണ്ടുവന്ന് പുറത്തു കൊണ്ടിരുന്ന വിഷയങ്ങളെ ലഘൂകരിച്ച് ലാഘബുദ്ധിയോടുകൂടി വേറെ ആംഗിളിൽ കൊണ്ടുപോവുകയാണ്. സോളാറിനൊരു സ്ത്രീ വിഷയമാക്കി മാത്രം അതപ്പതിച്ച്
സാരിത്തുമ്പിലാണ് ആ രാഷ്ട്രീയം മുന്നോട്ട് പോയത്. ഇത് വെറും കള്ളക്കടത്തുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നത് കള്ളക്കടത്തല്ല. ആ കള്ളക്കടത്തിന് സാധാരണഗതിയിൽ അതിൻ്റെ നിയമവശവുമായി വിട്ട് പെനാൽറ്റി അടിച്ച് ആർക്കും തിരിച്ചു പോകാം. ഏതെങ്കിലും ഉദ്യോഗസ്ഥന്മാർ തെറ്റായ രീതിയിലുണ്ടെങ്കിൽ അവനെതിരെ CBIക്ക് നടപടി സ്വീകരിക്കാം. അതിനപ്പുറത്ത് ബന്ധമുണ്ടല്ലോ. അതിനപ്പുറത്ത് രാജ്യദ്രോഹ ശക്തികളുമായിട്ടുള്ള ബന്ധം അത് പരിശോധിക്കണം. ഈ ഹവാല ഇടപാടുകൾ, ഭൂമി ഇടപാടുകൾ, ഒരുപാട് ബന്ധങ്ങളുണ്ട് ഇതിനകത്ത്. നാം എല്ലാം സാധാരണയിൽ ചർച്ച ചെയ്യപ്പെടുന്നതിനപ്പുറത്ത് ഭയപ്പെടുത്തുന്ന രീതിയിൽ കേരളത്തിൻ്റെ സിംഹഭാഗവും കയ്യിലാക്കാനുള്ളൊരു വലിയ റാക്കറ്റിൻ്റെ ഭാഗമാണ് ഈ ഫയാസ്. അത് വലിയൊരു സമഗ്രമായ അന്വേഷണം ആവശ്യമായി വരും. ഇല്ലെങ്കിൽ ഇതുപോലെ കമ്മ്യൂണിസ്റ്റുകാരെ പോലൊരു വിപ്ലവ രാഷ്ട്രീയ പാർട്ടി, കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടി ഇത്രയും ദിവസമായിട്ട് അവരുടെ ജയിലിൽ കഴിയുന്ന ഒരു ജില്ലാ പഞ്ചായത്ത് അധ്യക്ഷൻ MLA ഭർത്താവ് അവരുമായി സംസാരിക്കുന്നു. എന്താണെന്നത് വെളിപ്പെടുത്താതെ? ഒരുപാട് കമ്മീഷൻ വരുന്നുണ്ടല്ലോ. കമ്മ്യൂണിസ്റ്റ് പാർട്ടി കമ്മീഷൻ മുട്ടിയിട്ട് നമുക്കാർക്കും നടക്കാൻ വേണ്ടി പറ്റില്ല. അത്രയധികം കമ്മീഷനാണ്. ഇത് പെരകത്തുമ്പോൾ വാഴ വെട്ടുന്ന പോലെയാണ്. രാജ്യം മുഴുവൻ ഒരു വളരെ ഭയാശങ്കയോടുകൂടി വിഷയങ്ങൾ കാണുമ്പോൾ അച്യുതാനന്ദനെതിരെ നടപടിയെടുക്കണോ? കഴിഞ്ഞ 3 കൊല്ലത്തെ വിഷയം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന പാർട്ടികൾ, ആ പാർട്ടികൾ എന്താ ഇതിനകത്ത് മിണ്ടാത്തത്? സൂര്യന് താഴെയുള്ള മുഴുവൻ കാര്യങ്ങളെക്കുറിച്ച് വർത്തമാനം പറയുന്ന ആളുകളല്ലേ. ലോകത്തിൻ്റെ ഏതെങ്കിലും ഭാഗത്ത് എന്തെങ്കിലും സംഭവം ഉണ്ടെങ്കിൽ വർത്തമാനം പറയുന്ന ആളുകൾ ഇത്രയും മണിക്കൂറുകൾ പിന്നിട്ടിട്ടും എന്തിനാ കണ്ടെന്നത് വെളിപ്പെടുത്താതെ? ഇത് വെളിപ്പെടുത്തി കഴിഞ്ഞാൽ ഒരുപാട് കാര്യങ്ങൾ പുറത്തു വരും. അതിനകത്ത് കേരളത്തിൽ നടന്നിട്ടുള്ള, ഞാൻ മനസ്സിലാക്കുന്നതനുസരിച്ച് ഇന്നലെയും മിനിങ്ങാന്നുമായി ഞാൻ പലരുമായി ബന്ധപ്പെടുന്ന സമയത്ത് കേരളത്തിൽ നടന്നിട്ടുള്ള 13 കൊലപാതകങ്ങളിൽ, പ്രത്യേകിച്ച് തീവ്രവാദ പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ട് നടന്ന 13 കൊലപാതകങ്ങളിൽ വ്യത്യസ്തങ്ങളായ തലങ്ങളിൽ ബന്ധമുണ്ട്. അത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുമായി ഒക്കെ ബന്ധപ്പെടും. കാരണം കേരളത്തിൽ സ്പർദ്ധയുണ്ടാക്കാൻ നടന്നിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾക്ക് വിത്തുപാകിയ ആളുകളാണ്. അതിൽ ഈ കോൺഗ്രസിൻ്റെ ചില സമുന്നതരായ നേതാക്കന്മാർ ഉൾപ്പെട്ടു എന്ന് പറഞ്ഞാൽ അവരെന്തിൻ്റെ ആംഗിളിലാണ്? ഭരണം നിയന്ത്രിക്കുന്ന പ്രധാനപ്പെട്ട ആളുകൾ ഇതിൽ ചുമതല വഹിക്കുകയും ബന്ധപ്പെടുകയൊക്കെ ചെയ്ത് എന്തടിസ്ഥാനത്തിലാണ്? അത് ഒരു ദിവസം 2 ദിവസം ഏതെങ്കിലും കല്യാണത്തിന് പോകുന്നതോ പരിപാടിക്ക് പോകുന്നതല്ല. ഞാൻ പറയുന്നത് തുടർച്ചയായി കഴിഞ്ഞ 3 കൊല്ലമായി നിരന്തരമായി 4 പ്രധാനപ്പെട്ട കോൺഗ്രസ് നേതാക്കന്മാർ, അതിൽ 2 പേർ ഇപ്പോഴും MP-മാരാണ്. ബാക്കിയുള്ള ഒരു എറണാകുളത്തുകാരനായ നേതാവും തിരുവനന്തപുരത്തുകാരനായ നേതാവും ഉൾപ്പെടെയുള്ള ആളുകൾ, ഈ 4 പേർ കഴിഞ്ഞ 3 കൊല്ലത്തിനിടയ്ക്ക് ഞാനിപ്പോൾ മനസ്സിലാക്കിയ ഒരു പ്രാഥമികമായ ലിസ്റ്റിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു 60 പ്രാവശ്യമെങ്കിലും ഇവർ തമ്മിൽ സംസാരിച്ചിട്ടുണ്ട്. ഇപ്പോഴല്ലേ? ഇവരുള്ളതുകൊണ്ട് പിന്നെ അറസ്റ്റ് ചെയ്യുമോ? കുറച്ച് ദിവസം കൂടി കഴിഞ്ഞ് നമുക്കൊന്നും അറിയാൻ പറ്റില്ലായിരുന്നു. ചില പോലീസ് ഉദ്യോഗസ്ഥന്മാരെ നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിലേക്ക് പോസ്റ്റ് ചെയ്യാൻ വെച്ചിരുന്നതാണ്. നിങ്ങൾ ചില ഫോട്ടോ ഒക്കെ പ്രസിദ്ധീകരിക്കുന്ന പോലീസ് ഉദ്യോഗസ്ഥന്മാരുണ്ടല്ലോ, അവരും കൂടി വന്നെങ്കിൽ പിന്നെ ഗ്രീൻ ചാനലൊക്കെ തുറന്നു കൊടുത്തേനെ. ഇപ്പോൾ ഇപ്പം ഞങ്ങളെപ്പോലുള്ള ചെറിയ പാർട്ടികൾ, ഭരണത്തിലില്ലാത്ത പാർട്ടികൾ ചിലപ്പോൾ അറിഞ്ഞില്ലെന്ന് മനസ്സിലാവും. രാജ്യത്ത് ഞാൻ ചോദിക്കട്ടെ, നാട്ടിൽ എന്തെങ്കിലും സംഭവം നടന്നാൽ ഇവിടെ എന്തെല്ലാം തരത്തിലുള്ള അന്വേഷണം? ഇപ്പം ഞങ്ങളുടെയൊക്കെ യൂണിറ്റുകൾ എത്ര പ്രവർത്തിക്കുന്നു? RSSൻ്റെ ശാഖ പ്രവർത്തിക്കുന്നു. ഒരു മാസത്തിൽ ഒരാൾ വരും, എത്ര ശാഖയുണ്ട്, ഇപ്പം എത്ര ആളുണ്ട് അന്വേഷിക്കാൻ. സർക്കാരിന് വലിയ സംവിധാനമല്ലേ? ആ തരത്തിലൊരു സർക്കാർ നിലനിൽക്കുമ്പോൾ കേരളത്തിലെ മുഖ്യമന്ത്രിയുടെ മൂക്കിന് താഴെ മുഖ്യമന്ത്രിയുടെ സെക്രട്ടറി അറിഞ്ഞില്ല എന്ന് പറഞ്ഞാലോ? മുഖ്യമന്ത്രിയുടെ ഓഫീസിലെ ഉദ്യോഗസ്ഥന്മാർ അറിഞ്ഞില്ല എന്ന് പറഞ്ഞാലോ? ആരാ സമാധാനം പറയണ്ടേ? ഇപ്പോൾ ബന്ധങ്ങൾ ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ കല്യാണത്തിനോ മരണത്തിനോ ചിലപ്പോൾ ഇഫ്താർ പാർട്ടിക്കൊക്കെ നമ്മൾ ചിലപ്പോൾ പോയി തരും. ഇപ്പോൾ നമ്മൾ വിളിച്ചാൽ നമ്മളും പോകും. ഇതിനൊക്കെ അപ്പുറത്തുള്ള എല്ലാ സീമകളും ലംഘിച്ചുകൊണ്ടുള്ള ബന്ധങ്ങൾ, അതിൻ്റെ മുന്നോട്ട് പോക്ക്, അതിൻ്റെ ആഴവും പരപ്പും ഒക്കെ ഭയാനകമാണ്, അപകടകരമാണ്, ഒരിക്കലും നീതീകരിക്കാൻ കഴിയാത്ത. ഇത് വെറുതെ ചുമ്മാ ഒരു കള്ളക്കടത്തിലോ ഇതിലൊക്കെ ഒതുക്കി നിർത്താനുള്ള ശ്രമത്തിനെതിരെ എനിക്കിവിടെ ദൃശ്യമാധ്യമങ്ങൾ കുറച്ചും കൂടി ജാഗരൂകരായി ഇതിൽ ഇടപെടേണ്ടതായിട്ടുണ്ട്. കണ്ണിലെണ്ണൊഴിച്ച് കാത്തു നിൽക്കേണ്ടതായിട്ടുണ്ട്. കേരളത്തെ കൊള്ളയടിക്കാനുള്ളൊരു വലിയ ശ്രമം ഇതിൻ്റെ പിന്നിലുണ്ട്. യെസ്, ഏതായാലും 1:30 കഴിഞ്ഞല്ലോ.